Christian, peace from God the Father, and Jesus Christ our Lord, pulling down stones against into imaginations. ഞാനിന്ന് നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ എന്താണ്, ഇന്നലെ നോസ്റ്റാൾജിക് എക്സ്പീരിയൻസസ് എന്നുള്ള അർത്ഥത്തിൽ നമ്മൾ ഒരു വീഡിയോ ചെയ്തിരുന്നു. ഇന്ന് അതിൻ്റെ സെക്കൻഡ് പാർട്ടാണ്, ഫോർ ബദൻ ഈവൻ കാണ്ടർ വീഡിയോ. ഇന്ന് എൻ്റെ ഒരു സെക്കൻഡ് പാർട്ടാണ്. പിന്നെ എപ്പോഴും നമ്മളൊരു കാര്യം ഓർക്കണം, ഈ ഫേസ്ബുക്കിൽ നമ്മൾ ലൈവ് ചെയ്യുന്ന സമയത്ത് അത്രത്തോളം ചിലപ്പോൾ ക്ലിയർ ആവണമെന്നില്ല. കാരണം ചിലതൊക്കെ ഡൗൺലോഡ് ചെയ്യാൻ നല്ലതാണ്. അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് മറ്റേ ഡാറ്റ അപ്ലോഡിങ്ങിന് ഫേസ്ബുക്ക് ഇറ്റ്സെൽഫ് തന്നെ എന്ത് ചെയ്യുന്നു, ഡാറ്റയെ പിന്നെ വീഡിയോ കംപ്രസ് ചെയ്യുന്നുണ്ടും ഫയൽ സൈസ് ചെറുതാക്കാൻ ശ്രമിക്കുന്നുണ്ട്. വീഡിയോ ക്ലാരിറ്റി തന്നെ കുറയ്ക്കാനിടയിൽ തരുമെന്നാണ് ജെമിനി ആപ്പിൽ നിന്ന് എനിക്ക് ലഭിച്ച വിവരം. അതുകൊണ്ട് ഞാൻ എടുക്കുന്ന ക്ലാരിറ്റി എന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾ ചിലപ്പോൾ ഫേസ്ബുക്കിൽ കാണുന്ന ഈ വീഡിയോ കാണുന്ന നല്ല ക്ലാരിറ്റിയുള്ള മൊബൈലാണ്. ക്യാമറ ഡെഫിനിഷൻ അതുപോലെ തന്നെ ക്യാമറ റെസൊല്യൂഷനൊക്കെ നല്ല ഹൈ ആണ്. പക്ഷേ ഫേസ്ബുക്ക് വീഡിയോ ആയിട്ട് വരുമ്പോഴത്തേക്കും അത്രയും ക്ലാരിറ്റിയോ അല്ലെങ്കിൽ റെസൊല്യൂഷനോ അല്ലെങ്കിൽ ഡെഫിനിഷനോ ചിലപ്പോൾ കിട്ടണമെന്നില്ല. അതെൻ്റെ കുറ്റമല്ല. പിന്നെ ചിലർ പറയുന്നു വൈഫൈ ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അപ്ലോഡിങ്ങിന് നല്ലതാണ്. എൻ്റെ വീട്ടിൽ വൈഫൈ പോയിട്ട് മനസ്സിലാകുന്നുണ്ടോ. അപ്പോൾ അതുകൊണ്ട് ക്രൈസ്റ്റിൻ്റെ കൃപയിൽ ആശ്രയിച്ച് നമുക്കുള്ള സൗകര്യത്തിൽ ചെയ്യാം. പ്രേക്ഷകർ അത് മനസ്സിലാക്കണം. ഇപ്പം ഞാൻ ഈ വീഡിയോ എടുക്കുന്ന സമയത്ത് ക്യാമറയ്ക്ക് നല്ല ക്ലാരിറ്റി ഉണ്ട്. ഇപ്പം സമയം ഏകദേശം 4 മണിയോട് അടുപ്പിച്ചാവുന്നു. ഇത് ട്രിവാൻഡ്രം ജില്ലയിൽ പിന്നെ തിരുമല പോസ്റ്റ് ഓഫീസിൻ്റെ അടുത്തുള്ള വലിയുള്ള പ്രദേശത്താണ്. ഇപ്പം എനിക്ക് നിങ്ങളോട് പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്, ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഇന്നലെ ഞാൻ എൻ്റെ വ്യക്തിപരമായിട്ടുള്ള ചില അനുഭവങ്ങളൊക്കെ ഞാൻ പങ്കുവച്ചായിരുന്നു. അതായത് 1978 എൻ്റെ ഡേറ്റ് ഓഫ് ബർത്ത് മുതൽ ഇന്നലെ വരെയുള്ള കാര്യങ്ങൾ അത്യാവശ്യം പറഞ്ഞായിരുന്നു. ചിലതൊക്കെ നമുക്കൊന്ന് ഓടിച്ച് പറഞ്ഞെങ്കിലും ഡീപ്പായിട്ട് ഓരോന്നോരോന്നായിട്ട് നമുക്ക് പിന്നത്തേൽ ചെയ്യാം. ഇന്നലെ എൻ്റെ മകനുമായിട്ട് ഉള്ളൂർ PT ചാക്കോ നഗറിലുള്ള എന്താണ്, അതായത് ഡെക്കാത്തലോൺ എന്ന് പറഞ്ഞിരിക്കുന്ന സ്ഥലത്ത് മറ്റേ സ്പോർട്സ് വെയേഴ്സൊക്കെ മേടിക്കാൻ പറ്റുന്ന ഫുട്ബോളിന് പറ്റിയതായിട്ടുള്ള ഒരു ഷൂസൊക്കെ മകന് വേണ്ടി മേടിക്കാൻ ഇടയിൽ തരുന്നു. ഫോർ ബദൻ ഈവൻ കാണ്ടർ ലിബർട്ടി. അങ്ങനെ അത് കഴിഞ്ഞിട്ട് മടങ്ങി വരുവാൻ്റെ കൊണ്ട് ഇടയിൽ തരുന്നു. പിന്നെ നടത്തമെല്ലാം കഴിഞ്ഞിട്ടാണ് മടങ്ങുന്നത്. ഷൂസ് ഇട്ടിട്ടാണ് ഞാനും കുട്ടുമൊക്കെ പോയതും വന്നതും. ഫോർ ബദൻ ഈവൻ കാണ്ടർ ലിബർട്ടി. അപ്പം ഞാൻ പറയാൻ വന്ന കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇന്നലെ ഒരു കാര്യം പറയാൻ വിട്ടുപോയി. ഫോർ ബദൻ ഈവൻ കാണ്ടർ ലിബർട്ടി, കുട്ടുമോൻ്റെ പഴയ കസേരകളും മറ്റു കാര്യങ്ങളൊക്കെയാണ് ഇവിടെ കിടക്കുന്നത്. ഇതിനകത്തൊക്കെ ഒരുപാട് കാര്യങ്ങളുണ്ട്. എൻ്റെ ഞാൻ എന്താണ് പ്രിൻസിപ്പളായിരുന്ന സമയത്ത് ഉള്ള ചില എക്സ്പീരിയൻസും മറ്റ് ചില കാര്യങ്ങളുമാണ്. ക്യാമറയ്ക്ക് ഇപ്പോഴും നല്ല ക്ലാരിറ്റി ഉണ്ട്. പക്ഷേ ഫേസ്ബുക്കിൽ നിങ്ങൾ വീഡിയോ ആയിട്ട് കാണുമ്പോൾ എത്രത്തോളം ക്ലാരിറ്റി ഉണ്ടെന്ന് എനിക്ക് പറയാൻ പറ്റത്തില്ല. അതെൻ്റെ മൊബൈലിൻ്റെയോ ക്യാമറയുടെ പ്രശ്നമല്ല. ഫേസ്ബുക്ക് ഇറ്റ്സെൽഫ് തന്നെ വീഡിയോ ക്ലാരിറ്റി കുറയ്ക്കാനും അതുപോലെ ഫയൽ സൈസ് കംപ്രസ് ചെയ്യാനും ശ്രമിക്കുന്നത് കൊണ്ട് ചിലപ്പോൾ ക്ലാരിറ്റി കുറഞ്ഞതായിരിക്കും. അതെനിക്ക് പിന്നീടാണ് മനസ്സിലായത്. അത് ജെമിനി AI നിന്ന് എനിക്ക് ലഭിച്ചൊരു വിവരമാണ്. ഇതിനകത്തൊക്കെ ഒരുപാട് പുസ്തകങ്ങളും എലി കറമ്പാതിരിക്കാൻ വേണ്ടി അതിൽ നിന്നൊക്കെ അവിടെ നിന്നൊക്കെ രക്ഷപ്പെടുത്തി അവിടെ ഇവിടെ നിന്നൊക്കെ രക്ഷപ്പെടുത്തി ഇങ്ങോട്ട് കൊണ്ടുവച്ചതാണ്. വേറെ ഷെൽഫോ അതൊക്കെ മേടിക്കാനുള്ള സാമ്പത്തികം പ്രൈസ് തരുമ്പോഴത്തേക്കും നമുക്ക് പിന്നത്തേക്ക് നോക്കാം. അപ്പോൾ അതുകൊണ്ടുള്ള ഒരു അറേഞ്ച്മെൻറ്റാണ് ഇത്. ആക്ച്വലി അമ്മ പണ്ട് ജോലിക്ക് ഇരുന്ന സമയത്തുണ്ടായിരുന്ന ഇരുമ്പ് പെട്ടിയാണ്. നാം ഇനി അടിമത്തിൽ കൂടി പോരുത്. പുള്ളിങ് ഡൗൺ സ്റ്റോൺസ് അമ്മ ജോലിക്കിരുന്ന സമയത്ത് അമ്മയ്ക്കുണ്ടായിരുന്നതായിട്ടുള്ള ഇരുമ്പ് പെട്ടിയാണ്. അതിനകത്ത് ചില കാര്യങ്ങളൊക്കെ വേണമെങ്കിൽ നമുക്ക് ബുക്സായിട്ടൊക്കെ നമുക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റും, വയ്ക്കുവാൻ പറ്റും. ഈ അലമാരയ്ക്കകത്തും പുസ്തകങ്ങളുണ്ടെങ്കിൽ ഇന്നലെ തുറന്ന് കാണിച്ചായിരുന്നു. ഇനി മറ്റൊരു കാര്യം, അതായത് കാലാകാലങ്ങളിൽ അതാത് സമയത്ത് ഡിഗ്രിക്കും PHക്കും MEdനും ഒക്കെ പഠിച്ചതായിട്ടുള്ള ബുക്കുകളൊക്കെ എന്ത് ചെയ്യാറുണ്ട്, ഒരു പരിധിവരെയൊക്കെ ഞാൻ ചെറുതായിട്ടൊക്കെ സോർട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ അമ്മ താഴെ ബുക്ക് വയ്ക്കാൻ സമ്മതിക്കാത്തതുകൊണ്ട് ഈ ഒരു അഡ്ജസ്റ്റ്മെൻറ്റിൽ ഇങ്ങനെ വെച്ചേക്കുന്നതേ ഉള്ളൂ. അല്ലെങ്കിൽ കൃത്യമായിട്ട് അറേഞ്ച് ചെയ്ത് വയ്ക്കുമായിരുന്നു.
കെട്ടുറപ്പുള്ളതായിട്ടുള്ള ഒരു ഷെൽഫോ, കെട്ടുറപ്പുള്ളതായിട്ടുള്ള സ്റ്റാൻഡ് ഫാസ്റ്റ് ആൻഡ് ലിബർട്ടി വെറുത്ത് ക്രൈസിസ് മിനിസ്ട്രി ആൻഡ് ബി നോട്ട് എൻഡേങ്കിൾഡ് അഗെയിൻ വിത്ത് യോക്കോ ബോണ്ടേജ്. സ്റ്റാൻഡ് ഫാസ്റ്റ് ആൻഡ് ലിബർട്ടി വെറുത്ത് ക്രൈസിസ് മിനിസ്ട്രി ആൻഡ് ബി നോട്ട് എൻഡേങ്കിൾഡ് അഗെയിൻ വിത്ത് യോക്കോ ബോണ്ടേജ്. എക്സൈഡിങ് കെട്ടുറപ്പുള്ളതായിട്ടുള്ള, അപ്പോൾ ഇതുപോലത്തെ ഏതെങ്കിലും ഷെൽഫോ ഇതിനേക്കാളും കൂടിയതായിട്ടുള്ള പൂട്ടുള്ള, അതായത് പൂട്ടാൻ കഴിയുന്ന ക്ലോസ്ഡ് ആയിട്ടുള്ള കെട്ടുറപ്പുള്ള എന്തെങ്കിലും ഷെൽഫോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടായിരുന്നെങ്കിൽ നമുക്ക് ഈ പുസ്തകങ്ങളൊക്കെ പൊടി കയറാതെ ആ രീതിയിൽ സോർട്ട് ചെയ്ത് സൂക്ഷിക്കാമായിരുന്നു. അതായത് ആൽഫബറ്റിക്കലായിട്ട് ഓർഡറിനെ സൂക്ഷിക്കാമായിരുന്നു. ഇതിപ്പം ഈ ഡാമ്പ് പ്രൂഫ് അടിക്കാൻ വേണ്ടി അമ്മ കണ്ടോ തീരുമാനിക്കുന്നത് കൊണ്ട് എൻ്റെ നിലവിലുള്ള ആ ഷെൽഫിലുള്ള പുസ്തകങ്ങൾ, അതെൻ്റെ അപ്പൂപ്പൻ പണിത് തന്ന ഷെൽഫാണ്. എൻ്റെ അമ്മയുടെ പിതാവ് പണിത് തന്ന ഷെൽഫാണ്, വുഡൻ ഷെൽഫാണ്. അപ്പോൾ എനിക്കത് നോസ്റ്റാൾജിക് ഫീലിംഗ് ആണ്. അതിനകത്തുള്ള പിന്നെ ക്രിസ്ത്യൻ ബുക്സും മറ്റു കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യണം, പിന്നെ ഞാൻ എഴുതിയതായിട്ടുള്ള കത്തുകൾ, എൻ്റെ കുറച്ച് ഡയറി കുറിപ്പുകളൊക്കെ ആ ഷെൽഫിനകത്തുണ്ട്. അതൊക്കെ സേഫായിട്ട് പൊടിയൊക്കെ ഒന്ന് തട്ടിക്കുടഞ്ഞിട്ട് എന്ത് ചെയ്യണം, അതിൻ്റെ തൽക്കാലം അടുത്ത ഷെൽഫ് വരുന്നത് വരെ, അഥവാ ഇനി അടുത്ത ഷെൽഫുകൾ വന്നിരുന്നാൽ തന്നെയും കുറേയൊക്കെ ഇതിനകത്തൊക്കെ നമുക്ക് ക്രമത്തോടു കൂടി സോർട്ട് ചെയ്ത് പിന്നെ ഡീസൻ്റായിട്ടും ഓർഡറോടും കൂടി ചെയ്യാൻ പറ്റുമെന്ന് വിശ്വാസമുണ്ട്. അതോടുകൂടി ഷെൽഫ് വന്നു കഴിഞ്ഞാൽ അതിലും കൂടെ നമുക്ക് ക്രമത്തിൽ വെക്കാൻ പറ്റുമെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ അത് വരുന്നവരെ ഇതുകളിൽ ഷെൽഫ് വരുമ്പോൾ അതിലും കൂടെ നമുക്ക് എന്ത് ചെയ്യാം, പല കാര്യങ്ങൾ ഓർഡർ ചെയ്ത് അറേഞ്ച് ചെയ്ത് സോർട്ട് ചെയ്ത് വയ്ക്കാൻ പറ്റും. ഇപ്പോൾ ഇതിൽ വയ്ക്കാനേ നിർവാഹമുള്ളൂ. കാരണം ആ പുസ്തകങ്ങൾ നശിക്കാനും പാടില്ല, ഒരു പുസ്തകങ്ങൾ നശിക്കാനും പാടില്ല. ഇതിനകത്ത് താഴെ ഉണ്ടായിരുന്നതായിട്ടുള്ള 2 ടയറുകൾ ഞാൻ ടെറസിൻ്റെ അലുമിനിയം ഷീറ്റിൻ്റെ മുകളിൽ വെച്ചിട്ടുണ്ട്. ഇനി മറ്റൊരു കാര്യം പറയാൻ വിട്ടുപോയി. ഞാൻ AKT 2025 ജൂൺ മാസത്തിൽ AKTയിലേക്ക് കയറിയല്ലോ. ജൂൺ മാസം ഒരു 13 അടുപ്പിച്ച് അവിടെ എത്തി. അതിന് മുമ്പേ ഒരാഴ്ച മുമ്പേ ഇൻ്റർവ്യൂവിന് പോയി. ജൂൺ ഒരു ഫസ്റ്റ് വീക്ക് ഇൻ്റർവ്യൂവിന് പോയി പങ്കെടുത്ത് അവർ സെലക്ട് ചെയ്തു. ഒരു ജൂൺ ഒരു സെക്കൻഡ് വീക്കൊക്കെ അടുപ്പിച്ച് ഞാൻ എന്ത് ചെയ്തു, AKT ഇൻസ്റ്റിറ്റ്യൂഷൻ, അതായത് പാലക്കാട് വഴി സേലം വഴി കള്ളക്കുറിച്ചി ഡിസ്ട്രിക്റ്റ്, ഞാൻ കരുണക്കുറിച്ചിയിൽ നിന്ന് മാറ്റി കള്ളക്കുറിച്ചി, അതായത് കരുണക്കുറിച്ചിയിലെത്തിയ ശേഷം AKT ഇൻസ്റ്റിറ്റ്യൂഷനിൽ CBSE സ്കൂളിൽ ജോയിൻ ചെയ്തല്ലോ. അതുവരെ രണ്ട് ഈ സ്ഥാനത്ത് ഇവിടെ ഇങ്ങനെ എന്തുണ്ടായിരുന്നു, ഒരു പ്ലാസ്റ്റിക് കവറിനകത്ത് ഞാൻ കുറേ പുസ്തകങ്ങൾ അറേഞ്ച് ചെയ്ത് വെച്ചായിരുന്നു. അതിനകത്ത് അമ്മയുടേതായിട്ടുള്ള, അമ്മ പണ്ട് പഠിച്ചതായിട്ടുള്ള SLC ബുക്കിൻ്റെ കുറേ SLC ബുക്കിൻ്റെ പുള്ളിങ് ഡൗൺ സ്റ്റോൾസ്, പണ്ടത്തെ SLC ബുക്ക് എങ്ങനെ ഇരിക്കും എന്ന് ഞാൻ അപ്പോഴാണ് കണ്ടത്. പുള്ളിങ് ഡൗൺ സ്റ്റോൾസ് നാം പിന്നെ അടിമത്തിൽ കൂടി പെടുത്തു. പണ്ടത്തെ SLC ബുക്ക് എങ്ങനെ ഇരിക്കും ഞാൻ അപ്പോഴാണ് കണ്ടത്. അമ്മയുടെ SLC ബുക്കിൻ്റെ ഡീറ്റെയിൽസും പിന്നെ അതുപോലെ തന്നെ എൻ്റേതായിട്ടുള്ള പല ഡീറ്റെയിൽസും, അമ്മയുടെ മറ്റു ചില കാര്യങ്ങളും എൻ്റെ മറ്റു ചില കാര്യങ്ങളും, പിന്നെ ഞാൻ കോട്ടുകാൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ പഠിപ്പിച്ച സമയത്ത് ഉള്ളതായിട്ടുള്ള കുട്ടികളുടെ ഡീറ്റെയിൽസ്, അതായത് അവരുടെ മോഡൽ എക്സാം, ഫിസിക്സ് പ്രാക്ടിക്കൽ മോഡൽ എക്സാം, ഹയർ സെക്കൻഡറിയുടെ ഡീറ്റെയിൽസ്, അവരുടെ രജിസ്റ്റർ നമ്പർ, ഏതൊക്കെ ക്വസ്റ്റ്യൻസ് ചോദിച്ചു, പിന്നെ അവരുടെ പെർഫോമൻസ് എങ്ങനെയാണ്, അത്തരം കാര്യങ്ങളൊക്കെ എഴുതിയതായിട്ടുള്ള ഒരു വലിയ റെക്കോർഡുണ്ടായിരുന്നു പുള്ളിങ് ഡൗൺ സ്റ്റോൾസ്. പിന്നെ എൻ്റെ തന്നെ ഒരു ഡയറി ഉണ്ടായിരുന്നു. പിന്നെ പണ്ട് ഏതോ സ്കൂളിൽ പഠിപ്പിച്ച ഡീറ്റെയിൽസ് അടങ്ങുന്ന നോട്ട്ബുക്കൊക്കെ ഉണ്ടായിരുന്നു പുള്ളിങ് ഡൗൺ സ്റ്റോൾസ്. പിന്നെ അതുപോലെ തന്നെ മറ്റ് കുട്ടുമോനൊക്കെ പണ്ട് ഇവിടെ വലിയുള്ള കുറച്ച് കാലം ഉണ്ടായിരുന്നല്ലോ. ആ സമയത്ത് ആദ്യ കാലഘട്ടങ്ങളിലൊക്കെ അവൻ്റെ അച്ഛമ്മ അവന് മലയാള ഭാഷ പഠിക്കാൻ എളുപ്പത്തിന് വേണ്ടി കൊടുത്തതായിട്ടുള്ള ബാലരമയും അങ്ങനെയുള്ള മലയാള പുസ്തകങ്ങൾ, ചെറു പുസ്തകങ്ങളൊക്കെ അതിനകത്ത് ധാരാളം ഉണ്ടായിരുന്നു. അന്ന് ആക്രിക്കാർക്ക് കൊടുക്കാൻ ഞാൻ സംരക്ഷിച്ച് വച്ചേക്കായിരുന്നു. പക്ഷേ ഞാൻ ഇവിടുന്ന് തമിഴ്നാട് AKTയിലേക്ക് പോയ സമയത്ത് ഇവിടെ ഓപ്പൺ സ്പേസ് ആണല്ലോ, ഇവിടെ പൂച്ച എങ്ങാണ്ടോ പ്രസവിക്കാൻ കയറുകയോ അപ്പോൾ അതിനെ ആക്രമിക്കാൻ വേണ്ടി കടന്നുവന്ന എന്തോ നായ്ക്കൾ തമ്മിൽ കടിപിടി ഉണ്ടാവുകയോ, അപ്പോൾ ഏതിൻ്റെയൊക്കെ കാർക്കസ് ഏതിൻ്റെയൊക്കെ പുറത്തൊക്കെ വീണ് അവിടെ ഇങ്ങനെയൊക്കെ എന്തോ സംതിങ് ആയതുകൊണ്ട് അമ്മ വേറൊരാളിനെ വിളിച്ചു വരുത്തി അതൊക്കെ നീക്കം ചെയ്തു. അപ്പം അക്കൂട്ടത്തിൽ ഈ കവറും പുസ്തകങ്ങളും നഷ്ടപ്പെട്ടു പോയി, സോറി എന്നൊക്കെയാണ് അമ്മ പറഞ്ഞത്. എങ്കിലും എൻ്റെ ഹൃദയത്തിൽ നിന്ന് അന്നും ആ പുസ്തകങ്ങളും അനുഭവങ്ങളൊന്നും നഷ്ടപ്പെടുത്താൻ ആർക്കും കഴിയില്ലല്ലോ. അപ്പോൾ ആ ഓർമ്മയും കൂടെ ഇവിടെ പങ്കുവയ്ക്കുകയാണ്. ഇന്നലെ അത് പറഞ്ഞപ്പോൾ ഞാൻ പറയാൻ വിട്ടുപോയി. എന്നെ സംബന്ധിച്ചിടത്തോളം ഇങ്ങനെയുള്ള അനുഭവങ്ങളും പണ്ടത്തെ അനുഭവങ്ങളും ഓർമ്മകളും, അമ്മയെക്കുറിച്ചുള്ള ഓർമ്മകളും അതുപോലെ എന്നെക്കുറിച്ചുള്ള ഓർമ്മകളും, ഞാൻ പഠിപ്പിച്ച സ്ഥാപനത്തെക്കുറിച്ചുള്ള ഓർമ്മകളും, എൻ്റെ ഫ്രണ്ട്സിനെ കുറിച്ചുള്ള ഓർമ്മകളും, മകൻ്റെ ഓർമ്മകളും, മകൻ ഉപയോഗിച്ച സാധനങ്ങളെക്കുറിച്ചുള്ള ഓർമ്മകളും, ആദ്യകാല അനുഭവങ്ങളും, ഇങ്ങനെയുള്ള നോസ്റ്റാൾജിക് ഫീലിങ്സ് ഒന്നും ഒരു ആക്രിക്കാരനോ അല്ലെങ്കിൽ ഒരു പണിക്കാരനോ ഒരു വർക്കറിനോ ആർക്കും എടുത്തു മാറ്റാൻ കഴിയത്തില്ലെന്ന് എനിക്കൊരു ഉറപ്പുണ്ട്.
ഫോർ ബദനി ഹൻ കൾബട്ട്. ഇത് ആർക്കും എടുത്തു മാറ്റാൻ കഴിയത്തില്ല. നമ്മുടെ ഹൃദയത്തിനകത്തുണ്ടല്ലോ. അത് നമുക്ക് റീക്രിയേറ്റ് ചെയ്യുന്ന പോലത്തെ അനുഭവത്തിൽ, അല്ലെങ്കിൽ റീക്രിയേറ്റ് ചെയ്യുന്നത് പോലെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? പുനഃസൃഷ്ടിക്കാൻ കഴിയുമെന്ന ക്രിസ്തേശൻ്റെ കൃപയിൽ നാം എന്നെ അടിമത്തിൽ കൂടി വരുത് ആശ്രയിച്ചുകൊണ്ട് പുള്ളിങ് ഡൗൺ സ്ട്രോൾസ് കാസിൻ്റെ ഓൺ ഇമാജിനേഷൻസ് നാം എന്നെ അടിമത്തിൽ കൂടി വരുത് ക്രിസ്തേശൻ്റെ കൃപയിൽ ആശ്രയിച്ചുകൊണ്ട് ഞാൻ വിശ്വസിക്കുന്നു, കൺഫസ് ചെയ്യുന്നു. പുള്ളിങ് ഡൗൺ സ്ട്രോൾസ് പ്രവർത്തിക്കുന്നു. പുള്ളിങ് ഡൗൺ ഓഫ് നാം എന്നെ അടിമത്തിൽ കൂടി വരുത്. ഗോഡ് ഇസ് നോട്ട് യുവർ കൺഫ്യൂഷൻ ടു പീസ്. പുള്ളിങ് ഡൗൺ ഓഫ് പീസ്. അപ്പോൾ അങ്ങനെ ഒരനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഈ വരുന്ന നാളുകളിൽ പിന്നെ ഞാൻ പഠിച്ചതായിട്ടുള്ള സ്ഥാപനങ്ങൾ, അതായത് ചിന്മയ സ്കൂളിനെ കുറിച്ചും ഞാൻ പഠിച്ചതായിട്ടുള്ള അബ്രഹാം മെമ്മോറിയൽ ഹൈസ്കൂൾ, അറക്കൽ മാധവൻ മെമ്മോറിയൽ സ്കൂളിൽ നിന്നാണ് ഞാൻ ജെമിനി എയിലൊക്കെ അടിച്ചു നോക്കിയപ്പോൾ കിട്ടിയത്. ആ സ്കൂളിനെ കുറിച്ചുള്ള ഡീറ്റെയിൽസും അവിടെയാണല്ലോ ഞാൻ പഠിച്ചത്. അപ്പോൾ എന്നോട്ട് റിലേറ്റ് ചെയ്ത ഡീറ്റെയിൽസും എൻ്റെ ചില എക്സ്പീരിയൻസസും, കരകുളം BHS പഠിച്ച സമയത്ത് അവിടുത്തെ എൻ്റെ എക്സ്പീരിയൻസും അതൊക്കെ ഞാൻ പണ്ട് ഫേസ്ബുക്കിൽ വീഡിയോ ആയിട്ട് ചെയ്തിട്ടുണ്ട്. ആ എക്സ്പീരിയൻസും പിന്നെ അതുപോലെ തന്നെ മറ്റു ചില എക്സ്പീരിയൻസും, അതായത് മാർവേനിസ് കോളേജ് എക്സ്പീരിയൻസ്, പിന്നെ ലാ കോളേജ് എക്സ്പീരിയൻസ്, പിന്നെ അതൊക്കെ ഇന്നലെ ഞാൻ കുറേയൊക്കെ പറഞ്ഞായിരുന്നു. പിന്നെ അതൊക്കെ അതിനെക്കുറിച്ച് ഓരോന്നായിട്ട് സെപ്പറേറ്റ് ആയിട്ട് ചെയ്യണമെങ്കിൽ അങ്ങനെയും വേണമെങ്കിൽ നമുക്ക് ചെയ്യാൻ ശ്രമിക്കാം, സമയം അനുവദിക്കുന്ന പോലെ. പിന്നെ ലാ കോളേജ് കഴിഞ്ഞിട്ട് പിന്നെ റിലയൻസിൽ പോയ സമയത്തുള്ള അനുഭവങ്ങൾ ധാരാളമുണ്ട്. പിന്നെ അത് കഴിഞ്ഞിട്ട് കമ്പ്യൂട്ടർ പഠിക്കാൻ പോയ സമയത്തുള്ള അനുഭവങ്ങൾ കുറച്ച് പറയാനുണ്ട്. ഇന്നലെ പറഞ്ഞായിരുന്നു, എങ്കിലും കുറച്ചും കൂടെ പറയാം. പിന്നെ അതുപോലെ തന്നെ റിലയൻസ് വെബ് എക്സ്പ്രസ്സിൽ വർക്ക് ചെയ്തുള്ള അനുഭവങ്ങൾ, ഇതിനിടയ്ക്ക് പഠിച്ച കമ്പ്യൂട്ടർ കോഴ്സസ്, ക്യാമറ ഇപ്പോഴും ഞാനിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്തൊക്കെ 4 മണി ഏതാണ്ട് ഒരു 4:10 കാണും, 4:11 കാണും, 4:11 അടുപ്പിച്ചായി. നല്ല ക്ലാരിറ്റിയാണ് കേട്ടോ. പക്ഷേ ഫേസ്ബുക്കിൽ ഇത് നിങ്ങളുടെ അടുത്തേക്ക് എത്തുമ്പോൾ എത്രമാത്രം ക്ലാരിറ്റി ഉണ്ടെന്ന് പറയാക്കത്തില്ല. ഞാൻ നേരത്തെ പറഞ്ഞില്ല, ഫേസ്ബുക്ക് ഇറ്റ്സെൽഫ് ആ ഫയൽ കംപ്രസ് ചെയ്യുന്നത് കൊണ്ടും ക്യാമറയുടെ ക്ലാരിറ്റി തന്നെത്താൻ കുറയ്ക്കുന്നത് കൊണ്ടും ആണത് സംഭവിക്കുന്നത്. അല്ലാതെ ഫോണിൻ്റെയോ അല്ലെങ്കിൽ ക്യാമറയുടെയോ, നമ്മൾ ഉപയോഗിക്കുന്ന ക്യാമറയുടെ പ്രശ്നമല്ല. ഇപ്പം ഞാൻ കാണുമ്പോൾ നല്ല പച്ചപ്പായിട്ടാണ് മുരിങ്ങ ചെടിയെ കാണുന്നത്, അതുപോലെ മറ്റ് ചെടികളെ കാണുന്നത്. എന്തായാലും എൻ്റെ ശബ്ദം വ്യക്തമാണെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഈ സമയത്ത് താഴെ എൻ്റെ അമ്മ വിശ്രമത്തിലാണ്, ഉറക്കത്തിലാണ്, ഉച്ചയുറക്കമുണ്ട്. നാം ഇനി അടിമത്തിൽ കൂടി വരുത്. ശാരീരികമായിട്ടുള്ള സിക്നസിനും ബലഹീനതകളെ അതിജീവിച്ചാണ് ഞാൻ നിൽക്കുന്നത്. വിത്ത് ഈ സ്ട്രൈപ്സ്, ബൈ സ്ട്രൈപ്സ് വി ആർ ഹീൽഡ്. വിജിതൻ്റെ അടുക്കലേക്ക് മടങ്ങി വരട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. വിജിതയുമായിട്ട് ഒത്തൊരുമിച്ചുള്ള ദാമ്പത്യ ജീവിതം ഞാൻ ഇത്തരുണത്തിൽ ഓർക്കുകയാണ്. ഭാര്യ എന്ന് പറഞ്ഞാൽ വിലയേറിയ ഒരു ഖനിയാണ്. ഫോർ ബദനി ഹൻ കൾബട്ട്. അതുകൊണ്ട് ഭാര്യയുള്ളവർ ഭാര്യമാരെ ഉപേക്ഷിക്കരുത്. അതായത് ഭാര്യയുള്ളവർ ഭാര്യ ഉപേക്ഷിക്കരുത്, ഭർത്താവുള്ളവർ ഭർത്താവിനെ ഉപേക്ഷിക്കരുത്. പണ്ട് KJ യേശുദാസ് പാടിയതുപോലെ, പൂമുഖവാതിൽക്കൽ സ്നേഹം വിടർത്തുന്ന പൂന്തിങ്കളാകുന്നു ഭാര്യ, ദുഃഖത്തിനുള്ളുകൾ പൂവിരൽ തുമ്പിനാൽ പുഷ്പങ്ങളാക്കുന്നു ഭാര്യ, ദുഃഖത്തിനുള്ളുകൾ പൂവിരൽ തുമ്പിനാൽ പുഷ്പങ്ങളാക്കുന്നു ഭാര്യ. പൂമുഖവാതിൽക്കൽ സ്നേഹം വിടർത്തുന്ന പൂന്തിങ്കളാകുന്നു ഭാര്യ, ദുഃഖത്തിനുള്ളുകൾ പൂവിരൽ തുമ്പിനാൽ പുഷ്പങ്ങളാക്കുന്നു ഭാര്യ, ദുഃഖത്തിനുള്ളുകൾ പൂവിരൽ തുമ്പിനാൽ പുഷ്പങ്ങളാക്കുന്നു ഭാര്യ. പുള്ളിങ് ഡൗൺ സ്ട്രോൾസ് നാം എന്നെ അടിമത്തിൽ കൂടി വരുത്. ദുഃഖത്തിനുള്ളുകൾ പൂവിരൽ തുമ്പിനാൽ പുഷ്പങ്ങളാക്കുന്നു ഭാര്യ. പുള്ളിങ് ഡൗൺ സ്ട്രോൾസ്. അപ്പോൾ അതുകൊണ്ട് ഭാര്യ ഉള്ളവർ ഭാര്യ ഉപേക്ഷിക്കരുത്. അതായത് ഭർത്താക്കന്മാർ ഭാര്യമാരെയും ഭാര്യമാർ ഭർത്താക്കന്മാരെ ഉപേക്ഷിക്കരുതെന്ന് അർത്ഥം. ജനറലായിട്ട് പറഞ്ഞതേ ഉള്ളൂ. ഏക ഭാര്യ ഏക ഭർത്താവ് എന്നുള്ള അർത്ഥത്തിലാണ് ഞാൻ ഉദ്ദേശിച്ചത്. മാത്രമല്ല ഫോർ ബദനി ഹൻ കൾബട്ട്. പിന്നീട് അതിനുശേഷം പിന്നെ എന്താണ് എൻ്റെ ഇത് നോക്കുകയാണെങ്കിൽ റിലയൻസ് വെബ് എക്സ്പ്രസ്സിൽ വർക്ക് ചെയ്ത ഒരു കാലഘട്ടമുണ്ട്. ഒരു 2005-2006 കാലഘട്ടം. ആ സമയത്ത് ചില കമ്പ്യൂട്ടർ കോഴ്സുകളും അതിന് മുന്നേയും പിന്നെയും പഠിക്കാനിടയിൽ തീർന്നു.
ആ എക്സ്പീരിയൻസും ഓർക്കുകയാണെങ്കിൽ ഒത്തിരിയുണ്ട്, ഒരുപാട് കാര്യങ്ങളുണ്ട്. അതിനുശേഷമാണ് BEdന് പഠിക്കാൻ പോയത്, കാവ്യയുടെ കോളേജ് ഓഫ് ടീച്ചർ എഡ്യൂക്കേഷൻ. അതിലനുഭവങ്ങൾ പ്രത്യേകിച്ച് പറയാനുണ്ട്, ധാരാളം പറയാനുണ്ട്. അതിനുശേഷമാണ് PGക്ക് MSc ഫിസിക്സ് നാമിനെ അടിമത്തിൽ കൂടി വരുന്നത്, ഗോഡ് ഈസ് നോട്ട് യാതൊരു കൺഫ്യൂഷൻ ബട്ട് പീസ്. അതിനുശേഷമാണ് BEdന് ശേഷമാണ് MSc ഫിസിക്സ് നാഗർകോവിൽ ശിവന്തി ആത്തനർ കോളേജിൽ കന്യാകുമാരി ഡിസ്ട്രിക്റ്റിൽ സീസൺ ടിക്കറ്റിൽ പോയി വന്നുകൊണ്ടിരുന്നത്. അതും ധാരാളമായിട്ട് ഓർക്കാനുണ്ട്. ഇതൊക്കെ നമ്മുടെ ജീവിതത്തിലെ ഓരോ രത്ന കനികളാണ്, ഈ മെമ്മറീസ്, സ്വീറ്റ് മെമ്മറീസ്. അതെന്നും പച്ചയായിട്ടിരിക്കട്ടെ, നമ്മുടെ ജീവിതത്തിൽ ധാരാളമായ അനുഗ്രഹങ്ങൾ ലഭിക്കട്ടെ എന്ന് ചെയ്യുന്നു. നാമിനെയും ആൻഡ് ബി നോട്ട് എൻഡിങ് അഗൈൻ വിത്ത് യോക്കോ ബോണ്ടേജ്. അതിനുശേഷമാണ് വിവാഹം കഴിഞ്ഞ് 2 വർഷം 2 മാസം കഴിഞ്ഞ ശേഷമാണ് ഒരു തലമുറ, വിവാഹം കഴിഞ്ഞ് 2 വർഷം 2 മാസത്തിന് ശേഷമാണ് ഒരു തലമുറ ലഭിക്കുന്നത്. വിവാഹത്തിന് ശേഷമാണ് ഞാൻ MEdന്, അതായത് BME കോളേജ് ഓഫ് ടീച്ചർ എഡ്യൂക്കേഷനിൽ പോകുന്നത്. അത് തന്നെ ധാരാളം ഓർക്കാനുണ്ട്. അതിന് മുമ്പേ ശേഷം ധാരാളം സ്കൂളുകൾ മാറിയിട്ടുണ്ട്. അതൊക്കെ ഇന്നലെ ഞാൻ ഏറെക്കുറെ പറഞ്ഞായിരുന്നു. ആ സമയത്ത് കിട്ടിയതായിട്ടുള്ള ആർജിച്ചതുള്ള അറിവുകളും മറ്റ് ഡീറ്റെയിൽസും പേഴ്സണൽ എക്സ്പീരിയൻസസ് എല്ലാം പുസ്തക രൂപത്തിൽ എഴുതിയും ഡാറ്റയായിട്ടൊക്കെ ഞാൻ പലയിടത്തും സ്റ്റോർ ചെയ്തിട്ടുണ്ട്, പല രീതിയിൽ സ്റ്റോർ ചെയ്തിട്ടുണ്ട്. അങ്ങനെ സ്റ്റോർ ചെയ്തതായിട്ടുള്ള ആ പ്ലാസ്റ്റിക് കവറിനകത്ത് അടങ്ങിയിരിക്കുന്ന ചില പുസ്തകങ്ങളാണ് ഞാൻ AKTയിൽ പോയ സമയത്ത് മിസ്സായെന്ന് തോന്നത്തക്ക രീതിയിൽ ഒരു അനുഭവം ഉണ്ടായത്. യഥാർത്ഥത്തിൽ നമ്മുടെ മനസ്സിൽ ഒന്നും നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, സ്റ്റാൻഡ് ഫാസ്റ്റ് ആൻഡ് ലിബർട്ടി വെർത്ത് ക്രൈസ്റ്റ് മേഡ് us free and be not entangled again with the yoke of bondage. Pulling down strongholds, casting down imagination. Stand fast and liberty earth crisis made us free and be not entangled again with the yoke of bondage. അതായത് ഞാൻ ഇന്നലെ പറഞ്ഞതായിട്ടുള്ള ആ മെറ്റീരിയൽസ് മിസ്സായെന്ന് നമുക്ക് മനസ്സിനകത്ത് തോന്നുമെങ്കിലും അത് യഥാർത്ഥത്തിൽ മിസ്സായിട്ടില്ല. അതായത് നമുക്ക് ഞാനങ്ങനെ സ്റ്റോർ ചെയ്തിട്ടുള്ള പുസ്തകങ്ങളും മറ്റ് അനുഭവങ്ങളും പേഴ്സണൽ എക്സ്പീരിയൻസസൊക്കെ നമുക്ക് മിസ്സായെന്ന് തോന്നുവാണെങ്കിലും ജസ്റ്റ് ഒരു തോന്നൽ മാത്രമാണ്. നമ്മുടെ മനസ്സിൽ നിന്ന് മിസ്സാക്കാനായിട്ട് ആർക്കും കഴിയത്തില്ല. ക്രിസ്തീശൻ നമ്മുടെ കൂടെ ഉണ്ട്, നമുക്ക് വിശ്വാസം ഉണ്ട്. Stand fast and liberty earth crisis made us free and be not entangled again with the yoke of bondage. God is not your confusion but a peace. ഇനി ഒരല്പകാലം കൂടെ കഴിയുമ്പോഴത്തേക്കും ആൻറ്റി സനാതനധർമ്മ വ്യൂസ് അല്ലെങ്കിൽ സനാതനധർമ്മ ക്രിറ്റിസിസംസ്, അതുപോലെ തന്നെ ആൻറ്റി ഇസ്ലാമിക് വ്യൂസ് കൺസേണിങ് മീ, അല്ലെങ്കിൽ ഖുറാൻ അല്ലെങ്കിൽ ഇസ്ലാം ക്രിറ്റിസിസംസ്, അങ്ങനെയുള്ള ധാരാളം കാര്യങ്ങൾ നോട്ട്സായിട്ട് ഡീറ്റെയിലായിട്ടും നോൺ ഡീറ്റെയിലായിട്ടൊക്കെ എഴുതി സൂക്ഷിക്കുവാനും പിന്നെ സ്റ്റോർ ചെയ്ത് വയ്ക്കുവാനും ആഗ്രഹിക്കുന്നു. വരും തലമുറയ്ക്ക് കൂടി അത് പ്രയോജനപ്പെടും ഞാൻ വിശ്വസിക്കുന്നു. അപ്പോൾ തൽക്കാലം ഞാൻ നിർത്തുകയാണ്. അപ്പോൾ ഇന്നലെ ആ നോട്ട് കവറും മറ്റു കാര്യങ്ങളൊക്കെ അതുകൊണ്ട് ഇവിടെയാണ് കിടന്നിരുന്നത്. അത് പറയാനായിട്ട് വിട്ടുപോയി. നമ്മുടെ മനസ്സിൽ നിന്ന് ഒരിക്കലും മാച്ചുകളാൻ പറ്റത്തില്ല. അത് നമുക്ക് റീപ്രൊഡ്യൂസ് ചെയ്യാനും റീക്രിയേറ്റ് ചെയ്യാനും ക്രൈസിസസ് നമ്മളെ സഹായിക്കും, അല്ലെങ്കിൽ എന്നെ സഹായിക്കുമെന്ന് എനിക്ക് ഫെയ്ത്തുണ്ട്. അത് റീപ്രൊഡ്യൂസ് ചെയ്യാനും റീക്രിയേറ്റ് ചെയ്യാനും ക്രൈസിസ് എന്നെ സഹായിക്കുമെന്ന് എനിക്ക് വിശ്വാസമുണ്ട്. പുള്ളിങ് ഡൗൺ സ്ട്രോങ്ഹോൾഡ്സ്. അപ്പോൾ അതുകൊണ്ടാണ് ഒരു എക്സ്റ്റൻഷൻ, ഒരു എന്താ പറയണ്ടേ, ഇന്നലെ ചെയ്ത വീഡിയോയ്ക്ക് ഒരു അഡൻഡം എന്ന് പറയുമ്പോൾ ഒരു വീഡിയോ ചെയ്തത്. ഇനി ധാരാളം വീഡിയോസ് ഇനിയും ഉണ്ടാവും, നമുക്കതൊക്കെ ചെയ്യാം. ഇനി അല്പം കഴിഞ്ഞ ശേഷം ഈ പുസ്തകങ്ങളൊക്കെ, ഇതിനകത്ത് പറഞ്ഞിരിക്കുന്ന പുസ്തകങ്ങളൊക്കെ നമുക്ക് എന്ത് ചെയ്യണം, ഇതിനകത്തോട്ട് ഇങ്ങനെ ആക്കി വെക്കണം. ഇതിൽ പറഞ്ഞിരിക്കുന്ന പുസ്തകങ്ങളൊക്കെ പൊടിയിൽ നിന്ന് മോചിപ്പിച്ച്, ചിലന്തി വലയിൽ നിന്ന് മോചിപ്പിച്ച് എന്ത് ചെയ്യണം, നേരത്തെ അറേഞ്ച് ചെയ്ത ആ കവറിനുള്ളിലേക്ക് മാറ്റണം. അതിന് മുമ്പേ വേറൊരു പ്ലാസ്റ്റിക്കിലേക്ക് കെട്ടി കുറച്ചുകൂടെ സേഫായിട്ട് വയ്ക്കാൻ ആഗ്രഹിക്കുന്നു. ഇതെല്ലാം പല അനുഭവങ്ങൾ കുറച്ച് മാത്രമേ ആയിട്ടുള്ളൂ, കാലാകാലങ്ങൾ ആർജിച്ചതായിട്ടുള്ള ഒരു അനുഭവങ്ങളാണ്. അതൊക്കെ എടുത്ത് തുറന്ന് വായിച്ചു കഴിഞ്ഞാൽ പല കാര്യങ്ങൾ മനസ്സിലാവും. നമുക്കതിനെയൊക്കെ രക്ഷിക്കണം. കുട്ടുമോൻ പണ്ട് ഉപയോഗിച്ചതായിട്ടുള്ള യെല്ലോ ചെയറാണ്.
ഈ ഫോണിന് നല്ല ക്ലാരിറ്റി ഉണ്ട് ക്യാമറയ്ക്ക്. പക്ഷേ നിങ്ങളുടെ മുമ്പിൽ എത്തുമ്പോൾ എത്രമാത്രം ക്ലാരിറ്റി ഉണ്ടെന്ന് എനിക്കറിയാൻ പറ്റത്തില്ല. അതിൻ്റെ കാരണം ഞാൻ നേരത്തെ പറഞ്ഞു. ഫേസ്ബുക്ക് ഇറ്റ്സെൽഫ് ഫയൽ കംപ്രസ് ചെയ്യാൻ വേണ്ടി ചെയ്യുന്നതായിട്ടുള്ള ചില അഡ്ജസ്റ്റ്മെൻറ്റാണ്. അതെൻ്റെയും ക്യാമറയുടെയും കുഴപ്പമല്ല. എന്തായിരുന്നാലും എനിക്ക് സിറ്റിയിലൊക്കെ പോയി ഇതിന് വേണ്ടുന്ന കാര്യങ്ങളൊക്കെ ചെയ്യാനുള്ളതുകൊണ്ട് തൽക്കാലം ഞാൻ ഇവിടെ നിർത്തുകയാണ്. ഇതെനിക്ക് ഗ്രാൻഡ് ഫാദർ പണിത് കഴിപ്പിച്ചു തന്നിട്ടുള്ള ഷെൽഫാണ്. പണ്ട് ഇതിൻ്റെ രൂപമൊന്നും ഇങ്ങനെയല്ലായിരുന്നു. ഇത് കുട്ടുമ്പം കൊച്ചിലേക്ക് കിടന്നതായിട്ടുള്ള നവജാത ശിശു, അതായത് ഇൻഫാൻസിയിൽ കിടന്നതായിട്ടുള്ള ഒരു ഇൻഫാൻസി ബെഡ് പോലെയാണത്. റീസെൻറ്റ് ബേബീസ് കിടക്കുന്നതായിട്ടുള്ള ഒരു അനുഭവമായിരുന്നു ആ കൂടയ്ക്കകത്തുള്ള. അതിൽ കിടന്നിട്ടുണ്ടെന്ന് വിശ്വസിക്കുന്നു. പ്രിയ വിജിതയും കുട്ടുമോനുമായിട്ടും എന്നുമായിട്ടും ഒക്കെ റിലേറ്റ് ചെയ്ത അനുഭവങ്ങളാണത്. എൻ്റെ മദറുമായിട്ട് റിലേറ്റ് ചെയ്തത്. എന്തായിരുന്നാലും ഞാൻ താഴെ ഇറങ്ങിപ്പോകാൻ ആഗ്രഹിക്കുന്നു. നമുക്ക് മറ്റൊരു അവസരത്തിൽ കാണാം. നാം ഇനി അടിമത്തിൽ കൂടി വരുത്. സ്റ്റാൻഡ് ഫാസ്റ്റ് ആൻഡ് ലിബർട്ടി ഓർത്ത് ക്രൈസിസ് മിനിസ്ട്രി ആൻഡ് ബി നോട്ട് എൻഡേങ്കിൾഡ് അഗൈൻ വിത്ത് യോക്കോബുണ്ട്. ക്രിസ്തുള്ള നിങ്ങൾക്ക് എല്ലാവർക്കും സമാധാനം ഉണ്ടാകട്ടെ. മീൻ ഡു നോട്ട് സി അറ്റ് ഡു നോട്ട് ഫിയർ. നാം ഇനി അടിമത്തിൽ കൂടി പോരുത്. പുള്ളിങ് ഡൗൺ സ്റ്റോൺസ് God is not the other confusion but a piece. Pulling down of God is not the other confusion but a piece. Pulling down of stones cast on imaginations. നാം ഇനി അടിമത്തിൽ കൂടി വരുത്. ക്രിസ്ത്യസുള്ള നിങ്ങൾക്ക് എല്ലാവർക്കും സമാധാനം ഉണ്ടാകട്ടെ. മീൻ പുള്ളിങ് ഡൗൺ ഓഫ് Stand fast and liberty earth crisis when free and be not entangled again with the yoke of bondage. അതായത് മലയാളത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ സ്വാതന്ത്ര്യത്തിനെ ക്രിസ്തുമേ സ്വതന്ത്രമാക്കി അകലിൽ ഉറച്ചിപ്പിൻ നാം പിന്നെയും അടിമത്തിൽ കൂടി പോരുത്. ഇംഗ്ലീഷ് പറഞ്ഞു കഴിഞ്ഞാൽ സ്റ്റാൻഡ് ഫാസ്റ്റ് ആൻഡ് ലിബർട്ടി എർത്ത് ക്രൈസിസ് മിനിസ്ട്രി ആൻഡ് ബി നോട്ട് എൻഡേങ്കിൾഡ് അഗൈൻ വിത്ത് ദ യോക്ക് ഓഫ് ബോണ്ടേജ് എക്സിഡിംഗ് ജോയ് ഗ്രേറ്റ് ലോർഡ് ഓഫ് പീസ്. നൗ മേ ദ ലോർഡ് ഓഫ് പീസ് ഹിംസെൽഫ് കീപ് പീസ് ഓൺലീസ് ഇൻ എവരി ദ ലോർഡ് ബി വിത്ത് യു ഓൾ. ഇപ്പോൾ തൽക്കാലം ഞാൻ ഇറങ്ങുകയാണ്. മറ്റ് പാട്ടുകളും അതുപോലെ തന്നെ മറ്റ് മിമിക്രി കാര്യങ്ങളൊക്കെ ഒന്ന് പിന്നത്തേൽ ചിന്തിക്കാം, വിചിന്തനം ചെയ്യാം. നമുക്ക് ധാരാളമായി ചിന്തിക്കാം, മറ്റ് അനുഭവങ്ങൾ പങ്കുവയ്ക്കാം. അപ്പോൾ തൽക്കാലം ഈ ഉണങ്ങിയ തുണികളുമായിട്ട് ഞാൻ താഴെ ഇറങ്ങാൻ ആഗ്രഹിക്കുന്നു. അത് അമ്മ വാഷിംഗ് മെഷീനിൽ നനച്ചിട്ടതാണ്. ഞാനും അമ്മയും കൂടെ ചേർന്നാണ് അത് വിരിച്ചത്. ദൂരെ കാർമേഘം പോലെ കാണുന്നുണ്ട്. വടക്ക് കിഴക്കായിട്ട് മഴ പെയ്യുമെന്ന് അറിഞ്ഞൂടെ. എന്തായിരുന്നാലും കാത്തിരുന്നാണ്.